ഭർത്താവിന് അഭിമാനക്കുറവോ ഒന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഇതുവരെയുള്ളത് തോന്നുന്നില്ല. നാളെ എന്താവും എനിക്കറിയില്ല. ഞാനിപ്പോ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രീം ലെവലിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ പറയായിരിക്കും. പക്ഷെ അത് ഈ രേണുവിന്റെ കോൺഫിഡൻസ് അല്ലേ, പൊട്ടക്കണറ്റിലെ തവളകൾ എന്ന് പറയുമ്പോഴത്തേക്കും പുറത്തെ ലോകമൊന്നുമല്ല, തങ്ങളുടെ ലോകമാണ് ചുറ്റിനും, അത് ഏറ്റവും ഗ്രേറ്റ് എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു രീതിയാണോ രേണു അവലംബിക്കുന്നത്? ഞാൻ എന്റെ ലോകം ഗ്രേറ്റ് ആണെന്നല്ല പറയുന്നത്, ഞാൻ ചില നിലപാടുകൾ എടുക്കുന്നത് എനിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെ, ഈ ലോകം ഗ്രേറ്റ്, എന്റെ സ്വന്തം ലോകം ഗ്രേറ്റ് ആണെന്ന് ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ നിലപാടുകൾ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതായത് താങ്കൾ ശരിയാണ്, അല്ലെങ്കിൽ താങ്കളാണ് ചെയ്യുന്നത് ശരിയെന്ന് ഇപ്പൊ ഞാൻ കാണിക്കുന്ന എല്ലാം ശരിയാണ്, അഹങ്കാരം താങ്കളുടെ വാക്കുകൾ ഒരിക്കലുമില്ല, അഹങ്കാരമില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ ചെയ്യണത്. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്തിരിക്കും. ഇപ്പൊ ഒരു പ്രേമം അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ കാമം, ഇതൊക്കെ മുഖത്ത് വരുന്നത് താങ്കളുടെ മുഖത്ത് വരുമ്പോൾ കാമമായിട്ടാണ് പരിണമിക്കുന്നത്, അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, കാമമായിട്ടല്ല. അതിനൊരു അല്ല, ഞാനത് കേട്ടായിരുന്നു. കാരണം ഞാൻ പ്രേമം അഭിനയിച്ചാലും കാമമാകും, സങ്കടം അഭിനയിച്ചാലും അത് കാമമാകും, എന്നാ കാണിച്ചാലും അത് കാമമാകും എന്നാണ് ഞാൻ കേട്ടുള്ളത്. കാരണം എനിക്കങ്ങനെ കമന്റ് കണ്ടിട്ടുണ്ട് ഞാൻ. അതുപോലെ ഒരു വിഷു ഫോട്ടോഷൂട്ട്, ഇപ്പൊ പറഞ്ഞുകൊണ്ട് പറയാം, വിഷു ഫോട്ടോഷൂട്ടിന് കൃഷ്ണനെ ചേർത്ത് പിടിക്കാൻ പറഞ്ഞു. ഞാൻ നോക്കി, അപ്പൊ അതിനകത്ത് പറയുന്ന കൃഷ്ണനോടുള്ള പ്രണയമല്ല, അവൾ എന്താ കൃഷ്ണനോടുള്ള അതാ എനിക്ക് പറയാൻ പോലും പറ്റത്തില്ല, കാരണം ദൈവമാണ്. സോ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ ആ പോയിന്റിലേക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ താങ്കൾ എക്സ്പ്രഷൻ ഇടുമ്പോൾ, അതായത് ക്യാമറയുടെ മുമ്പിലാണല്ലോ എക്സ്പ്രഷൻ ഇടുന്നത്, ഇടയ്ക്കിടയ്ക്ക് താങ്കൾ അലമാരയുടെ മുമ്പിൽ, കണ്ണാടി മുമ്പിൽ എക്സ്പ്രഷൻ നോക്കുമ്പോൾ താങ്കൾക്ക് സ്വയം ഒന്ന് വിലയിരുത്താൻ പറ്റത്തില്ല? ഞാൻ ഉദ്ദേശിക്കുന്ന നടി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇനി അപ്കമിങ് വരുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഉള്ള ഒരു ഫ്യൂച്ചറുള്ള നടി എന്ന നിലയിൽ താങ്കൾ അങ്ങനെ ചിന്തിച്ചാൽ വളരെ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ താങ്കളുടെ ഞാനത് സ്വീകരിക്കുന്നു. ഓക്കെ, സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോ കൂടുതലും താങ്കളുടെ എക്സ്പ്രഷനെയാണ് ആൾക്കാർ കളിയാക്കുന്നത്. താങ്കളുടെ വേഷവിധാനത്തെക്കാൾ കൂടുതൽ താങ്കളുടെ എക്സ്പ്രഷൻസിനെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നിരുന്ന താങ്കൾ, നീ ധൈര്യം ഉണ്ടെങ്കിൽ തള്ളച്ചി അതാണോ? തള്ളച്ചിയല്ല, എന്തോ ദിനോസറിന്റെ മുഖം പോലെയാണെന്നോ, ദിനോസറിനുണ്ടായ കുട്ടിയെന്നോ ഒക്കെ വിളിച്ച് ആൾക്കാർ പർട്ടിക്കുലർ കമന്റ് ഒക്കെ പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ, വിളിക്കുന്നുണ്ട് താങ്കളെ. പക്ഷെ ഇന്റർവ്യൂല്, കഴിഞ്ഞ കുറച്ച് നാളുകളെ കൊടുത്ത ഇന്റർവ്യൂല് താങ്കൾ കുഴപ്പമില്ല, സോഷ്യൽ മീഡിയ ആൾക്കാർ എന്നെ വിറ്റ് ജീവിച്ചോട്ടെ, കുറെ അധികം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് താങ്കളെ വിറ്റ് ജീവിക്കുന്നുണ്ട്, അത് ഉള്ളത് തന്നെ. അപ്പൊ അങ്ങനെ വളരെ തന്മയത്വത്തോടു കൂടിയുള്ള സമാധാനപരമായി പറഞ്ഞിട്ട് ലൈവിൽ രേണു സുധിയുടെ ഒറിജിനൽ മുഖം കാണിച്ചല്ലോ. എന്റെ ലൈവായിരുന്നു അത്. എന്റെ ലൈവ് എന്റെ അടുത്ത് നേരിട്ടാണ് കമന്റ് വരുന്നത്, ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കും, ഇനിയും കൊടുക്കും. അപ്പൊ രണ്ട് മുഖമുണ്ട്. കാരണം ഇന്റർവ്യൂല് ഞാൻ കാണുന്നില്ല ഇവര് കമന്റ് അടിക്കും. ഇത് എന്റെ ലൈവാണ്, എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വന്ന് എന്നെ പച്ചക്ക് തെറി നേരിട്ടാണ് വിളിക്കുന്നത്. എനിക്ക് വേണേ ആ തെറി തിരിച്ച് റിപ്പീറ്റ് ചെയ്യാം, അറിയാഞ്ഞിട്ടൊന്നും അല്ല, ഞാൻ പറയത്തില്ല. അങ്ങനെ തെറി പറയേണ്ട ആ ഒരു സംസ്കാരം എനിക്ക്, തെറിയല്ല ഞാൻ പറയുന്നത്, തിരിച്ച് ചീത്തയെന്ന് ഞങ്ങളുടെ നാട്ടിൽ തെറി ചീത്ത എന്നൊക്കെ പറഞ്ഞ വേറെ സാധനങ്ങളാണ്. അവരെന്നെ ഇങ്ങോട്ട് വിളിക്കുന്ന സാധനങ്ങളാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ അത് തെറി, ചീത്ത. എടി പോടി, എന്നെ അമ്മച്ചി, പോടി തള്ളച്ചി എന്നൊക്കെ വിളിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ തെറിയേ അല്ല. അപ്പൊ എന്തിനാണ് താങ്കൾ ലൈവിൽ വന്നത്? ഈ തെറി കേൾക്കാനായിരുന്നില്ലേ? തെറി കേൾക്കണോന്ന് പറഞ്ഞ് വന്നതല്ല, ഞാൻ എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കാൻ, കുറച്ച് സിനിമ വിശേഷം കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ്. താങ്കൾ പ്രതീക്ഷിച്ചിരുന്നില്ലേ തെറി കേൾക്കുമെന്ന്? ഇല്ല, ലൈവില് ഞാൻ തെറി കേൾക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഓ, അത് ശരി. ബാക്കി കമന്റ്സിലൊക്കെ തെറി കേൾക്കുമെന്ന് അറിയായിരുന്നു. അപ്പൊ മനസ്സിലായോ ആൾക്കാരുടെ പൾസ്? ഇപ്പൊ നന്നായിട്ട് മനസ്സിലായി ആൾക്കാർ ഉദ്ദേശിച്ചു. അപ്പൊ നേരിട്ട് ഇപ്പൊ സൊസൈറ്റിയിൽ ഇറങ്ങാൻ പേടിയുണ്ടോ? ആരെയും പേടിയില്ല, ഒരു മനുഷ്യനെയും പേടിയില്ല. കമന്റുകളും കൂക്കികളും ഇന്ന് വരെ നേരിട്ട് ആരും എന്നെ നെഗറ്റീവ് കമന്റ് പറഞ്ഞില്ല. നേരിട്ട് കാണുന്നവര് നല്ലതാണല്ലോ, അയ്യോ ഇങ്ങനെ എന്തിനാ ബോഡി ഷേമിങ് വരുന്നത്, ഈ കുട്ടിയെ കാണാൻ നല്ലതായിരുന്നല്ലോ, സോറി കേട്ടോ, ഞങ്ങളൊക്കെ ചിന്തിച്ച വേറെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. നീ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കുക, പിള്ളേരെ വളർത്തുക, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് ആരും എന്നെ നെഗറ്റീവ് നേരിട്ട് പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. അതെന്താന്ന് എനിക്കറിയില്ല. അതായത് ഒരു ലേഡി, താങ്കളുടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ്, ലേഡി ഒരു അമ്മച്ചി, ഒരു ശശികല എന്ന് പറയുന്നത്, 57 വയസ്സാണെന്ന് അവര് തന്നെ അമ്മച്ചി അവരെ വിളിക്കാമെങ്കിൽ അവർക്ക് താങ്കളെ തള്ളച്ചിന്ന് എന്നെ തള്ളച്ചിന്ന് ആദ്യം വിളിച്ചോണ്ടാണ് ഞാൻ അവരെ അമ്മച്ചിന്ന് വിളിച്ചത്. ഓക്കെ, എന്നെ എന്തിനാണ് അവരും ഞാനും പേഴ്സണൽ ഒരു ബന്ധമില്ല, പിന്നെ എന്തിനാണ് അവർ എന്നെ പറ്റി ആവശ്യമില്ലാത്ത പറയുന്നത്? ഞാൻ ഞെക്കി പിടിക്കുന്നു, പിഴിയുന്നു, അവരുടെ മുന്നിലാണ് ഞാൻ ഞെക്കി പിടിച്ച് പിഴിഞ്ഞത്. രേണു, ഈ താങ്കൾ അഭിനയിക്കുന്നത് ഒരു സമൂഹത്തിന് മുമ്പിലാണ്. താങ്കളുടെ സ്വന്തം വീട്ടിൽ സ്റ്റുഡിയോയിൽ ഇരുന്ന് വീട്ടിൽ 4 പേർക്ക് അഭിനയിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പൊ ആൾക്കാർ കമന്റ് ചെയ്യില്ലേ? കമന്റ് ചെയ്താൽ എനിക്ക് വിഷയമൊന്നുമില്ല. എന്നെ പിടിച്ച് ജയിലിലിടാൻ അവർക്ക് ആരും അഭിപ്രായമല്ലേ പറഞ്ഞിരിക്കുന്നത്? അഭിപ്രായമായിരുന്നു. ഞാനോടത്തിന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു, അഭിപ്രായം പറഞ്ഞോട്ടെ, വിഷയമല്ല. അപ്പൊ എന്തുകൊണ്ട് താങ്കൾ അവർക്കെതിരെ ഒന്ന് കേസ് കൊടുക്കുന്നില്ലെങ്കിൽ? പിന്നെ ഇത്ര എനിക്ക് സമയമില്ല. ഒന്നാമത്തെ കാര്യം ഇതിനൊക്കെ കേസ് കൊടുത്ത 100 കൂട്ടം ജോലി ഉണ്ടെന്ന് തോന്നുന്നു പോലീസുകാർക്ക്. കേസ് പിന്നെ രേണുവിന് കൊടുക്കാലോ. ആ ഹണി റോസിനെ പോലുള്ള ആളല്ലല്ലോ ഞാൻ. അവര് വലിയ വലിയ നടിമാരാണ്, ഞാൻ ഒരു സാധാരണക്കാരിയാണ്. പക്ഷെ പറയുമ്പോഴും അഭിനയിക്കുമ്പോഴും ഇപ്പോഴും സംസാരിക്കുമ്പോഴും അതിലൊരു അഹങ്കാരം നെളിയിക്കുന്നുള്ളൂ. എനിക്കറിയില്ല, ഞാൻ സാധാരണക്കാരി തന്നെ. ഞാൻ പഴയ രേണു, പക്ഷെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. സോ ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ഒരാളെ
പുറത്തെടുത്തു കഴിഞ്ഞിരിക്കുന്നു സംസാരിക്കാൻ വേണ്ടി. കാരണം എനിക്ക് വേറെ ആരും സംസാരിക്കാനില്ല. പഴയ രേണുസുതി പോലെ കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പണ്ട് രേണുസുതി കരയുമായിരുന്നോ? കരയുമായിരുന്നു. സൂചേട്ടൻ മരിച്ച സമയത്ത് കരയുമായിരുന്നല്ലോ, നന്നായിട്ട് കരയായിരുന്നു. ആരും കാണാതെയൊക്കെ കരയായിരുന്നു, അല്ലാതെയും കരയുമായിരുന്നു. ആ സമയത്ത് അന്നും ഒരു അലിഗേഷൻ കേട്ടിരുന്നു, രേണുസുതി സുധിച്ചേട്ടൻ മരിച്ചു കിടക്കുമ്പോൾ കരയുമ്പോഴും ക്യാമറ നോക്കിക്കൊണ്ടാ കരഞ്ഞത്. അതെനിക്കറിയത്തില്ല, ഞാൻ ആ സമയം അന്നത്തെ ദിവസം ഞാൻ എന്നോട് ചോദിക്കരുത്, ഞാൻ ഓർക്കുന്നില്ല. നല്ലൊരു കിളി പോയ അവസ്ഥയായിരുന്നു. ഇനി ക്യാമറയെ നോക്കി കരഞ്ഞ ക്യാമറ അവിടെ വെച്ചൊന്നും എനിക്കറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് കരച്ചിൽ നിർത്തും, പിന്നീട് ക്യാമറയെ നോക്കിയാണ്. അത് വല്ല മാനസികമായിരുന്നായിരിക്കും ആ സമയത്ത്, എനിക്കറിയില്ല. ആ ദിവസത്തെ കുറിച്ച് എന്റെ കാര്യം എനിക്ക് നിങ്ങൾക്ക് ആർക്കും അല്ല, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആ ദിവസം ഒരു ഏതാണ്ട് ഒരു സംഭവം പോലെ എനിക്ക് ഓർമ്മ. സുചേട്ടനെ ആ ദിവസം ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇപ്പം സുധിച്ചേട്ടന്റെ മരണം ഒരു ട്രോമയായിരുന്നു എന്നാണ് താങ്കൾ പറഞ്ഞു വയ്ക്കുന്നത്? ട്രോമയായിരുന്നു. മരണത്തിന് ഡിപ്രഷൻ വരുമല്ലോ. ഒരു ഇത്രയും തലേന്ന് വരെ കൂടെ കിടന്നുറങ്ങിയ ആള് പിറ്റേ ദിവസം ഡെഡ് ബോഡി ആയി മാറി, അല്ലെങ്കിൽ വിട്ടിട്ട് പോയെന്ന് പറയുമ്പോ ഏതൊരു ഭാര്യയുടെ കാര്യം എനിക്കറിയാം, എന്റെ കാര്യം എനിക്കറിയാം. അത്രമേൽ സ്നേഹിച്ച ഭർത്താവാണെങ്കിൽ, അല്ലെ അത്രമേൽ സ്നേഹിച്ച ഭാര്യയാണെങ്കിൽ വിട്ടിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒരു ഡിപ്രഷനൊക്കെ അന്നേരം വരും. ഓക്കെ, ഇപ്പം ഈ സുധിച്ചേട്ടനോടുള്ള ഭയങ്കര ഇഷ്ടം കൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ പെർഫ്യൂമും കാര്യങ്ങളും എല്ലാം വരുത്തിക്കുകയും ഇപ്പൊ ലക്ഷ്മി നക്ഷത്ര അതിന് സഹായിക്കുകയും കസ്റ്റമൈസ്ഡ് പെർഫ്യൂം കൊണ്ടുവരികയൊക്കെ ചെയ്തത്. അപ്പൊ ഇത്രമേൽ സ്നേഹമുള്ള ഭാര്യ എന്തുകൊണ്ടാണ് ഒരു സുപ്രസിദ്ധയിലേക്ക് പോകാതെ കുപ്രസിദ്ധി എന്ന രീതിയിലേക്ക് മാറിയത്? ഞാനല്ല കുപ്രസിദ്ധിയാക്കിയത്, നിങ്ങളൊക്കെ മീൻസ് പ്രേക്ഷകരല്ലേ, ചില പ്രേക്ഷകരാണല്ലോ എന്നെ കുപ്രസിദ്ധി. ഒരുപാട് പേര് ഷോർട്ട് ഫിലിംസിൽ അഭിനയിക്കുന്നുണ്ട്. ഒരുപാട് ഇപ്പൊ താങ്കൾ പറയും ഈ പറയുന്ന വിഡോ അല്ലെങ്കിൽ വിധവ, സുധിച്ചേട്ടന്റെ ഭാര്യ എന്നതിനപ്പുറം ആ ഒരു പോയിന്റ് അവിടെ മാറി നിന്നാലും ഒരു യുവതി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് ആൾക്കാർ രേണുസുതിയെ കൂടാതെ ഒരുപാട് ആൾക്കാർ ഷോർട്ട് ഫിലിംസിൽ പുതിയ ഷോർട്ട് ഫിലിംസിൽ അഭിനയിക്കുന്നുണ്ട്. ഒരുപാട് ഇപ്പൊ നമ്മുടെ ആറാട്ടാണ്, അലൻ ജോസ് പെരേര, അവരുടെയൊക്കെ നായികമാരായിട്ടൊക്കെ കുറെ പേരൊക്കെ അഭിനയിക്കും. അപ്പൊ അങ്ങനെ ഒരു ലെവലിലേക്ക് ഇപ്പൊ അലൻ ജോസ് പെരേര ആറാട്ടണനെയൊക്കെ അറിയാവോ? അലൻ ജോസ് ചേട്ടന്റെ കൂടെ ഒരു ഇത് ചെയ്യുന്നുണ്ട്, അടുത്ത ആഴ്ച അതിന്റെ ഷൂട്ടുണ്ട്. അത് ഡയറക്ടറാണ് വിളിച്ചത്, ഒരു വെബ് സീരീസ് ഉണ്ട്. അപ്പൊ അദ്ദേഹവും ഞാനും ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. അദ്ദേഹം ഉണ്ട്, ഞാനും ഉണ്ടെന്ന് അലൻ ജോസ് പെരേര വെറും ഒരു എന്താ പറയുന്നത്, ഈ പറയുന്ന കോമാളി പീസ് നമ്പർ 1 എന്ന നിലയിൽ എനിക്ക് അവരെ അറിയില്ല, സോഷ്യൽ മീഡിയ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ നായികയായിട്ട് കൂടെ വരും. നായികയായിട്ടല്ലെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഒരുമിച്ചുള്ള സീക്വൻസ് ഉണ്ടെന്ന് തോന്നുന്നു, അഭിനയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഡയറക്ടർ വിളിച്ചത്, അത് ഡേറ്റും ഫിക്സ് ചെയ്തു. ഒരു വെബ് സീരീസ് ആണ്, കുറെ പേരുണ്ട് അതിൽ അദ്ദേഹം ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ ആറാട്ടെണ്ണൻ അലൻ ജോസ് പെരേര ഒരു ടീം ആമ്പിള്ളാരുടെ തന്നെ, അതായത് മെയിൽ ആയിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ ഇത്രയും കോമാളികളായിട്ട് മലയാളം അല്ലെങ്കിൽ ഈ ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ മീഡിയ തന്നെ വാഴ്ത്തിയ ഒരു സമയം ഉണ്ടായിട്ടില്ല, വാഴ്ത്തിയ ഒരു ചരിത്രമില്ല. വേറെ ആരും അങ്ങനെ വന്നിട്ടില്ല. ആ കൂട്ടത്തിലേക്ക് ആകുകയാണോ രേണുസുതിയും കൂടെ? ആ കൂട്ടത്തിലേക്ക് ആക്കുകയാണോ എന്ന് വേണം ചോദിക്കാൻ. ഞാൻ ആകുന്നതല്ല, ആക്കുവാണെങ്കിൽ ആകും, അത്രേ ഉള്ളൂ. ആറാട്ടെണ്ണ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഏതൊരു നടിയെ കണ്ടിട്ടും ഏതൊരു സിനിമ കണ്ടിട്ടും പകുതി മുഖമൊക്കെ കാണിച്ച് മേളോട്ട് നോക്കി ഒരു കോമാളിയെ പോലെ ഇരുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പറയും, ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. രേണുസുതിക്ക് ഓഫർ വല്ലതും വന്നിരുന്നു? വന്നില്ല. സാധാരണഗതിയിൽ അങ്ങനെ പുള്ളി ഓഫർ ഇടാറുണ്ട്, വന്നിട്ടില്ല. എന്തായാലും അങ്ങനെ ഒരു ലെവലിലേക്ക്, അതായത് അവരുടെ എക്സ്പ്രഷൻ ആണ് അവരെ എപ്പോഴും ഇങ്ങനെയുള്ള കോമാളി പീസ് എന്ന ലെവലിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ രേണുസുതിയും ഇനിയിപ്പോ അങ്ങനെയൊക്കെ ഇപ്പൊ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തല്ലോ രേണുസുതി, അപ്പോ ഇനിയും അങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ രേണുസുതിയിൽ നിന്ന് പ്രതീക്ഷിക്കാവോ? അങ്ങനെയുള്ള കോമാളിത്തരം ആ യൂട്യൂബ് ചാനലിൽ കൂടെ ഞാൻ എന്തായാലും പ്രതീക്ഷിക്കണ്ട.